ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖം തന്നെയെന്ന് വിചാരിക്കുന്നു. ഞാനിവിടെ സുഖം തന്നെ കേട്ടോ. ഇന്ന് നല്ല മഴ തന്നെയായിരുന്നു കേട്ടോ. ഇന്ന് ഉച്ചവരെ നല്ല മഴയുണ്ടായിരുന്നു, തോരാത്ത മഴ തന്നെയായിരുന്നു. ഇന്നലെ ഉണ്ടായിരുന്നു മഴ, അതിപ്പോൾ കുറച്ച് മഴ നിന്നു കേട്ടോ. ഇപ്പം അങ്ങനെ മഴ പെയ്യുന്നില്ല. നല്ല മഴ തന്നെയായിരുന്നു, തോരാതെ പെയ്യുന്ന മഴ എന്ന് പറയില്ലേ, അങ്ങനെയുള്ള മഴയായിരുന്നു. പിന്നെ എന്തൊക്കെയുണ്ട്? ഇന്ന് കർക്കിടക മാസം 1-ാം തീയതി അല്ലേ? ഇന്ന് ഐശ്വര്യ മാസമല്ലേ? ഇന്ന് എല്ലാവർക്കും തിരക്ക് പിടിച്ച ജോലിയല്ലേ? കുറേ ദിവസങ്ങളായി വീട് വൃത്തിയാക്കലൊക്കെ ആയിരുന്നു കേട്ടോ. ചേട്ടാ ഭഗവതിയെ പുറത്ത് കടത്തി ഐശ്വര്യദേവതയെ കൊണ്ടുവരാനുള്ള പ്രയത്നത്തിലായിരുന്നു കുറച്ച് ദിവസമായിട്ട്. വീടെല്ലാം വൃത്തിയാക്കി. ഇന്ന് രാവിലെ ശിവഗതിക്ക് വെക്കേണ്ട ചടങ്ങായിരുന്നു കേട്ടോ. ഇതാ 5 തിരിയിട്ട നിലവിളക്ക്, ഒരു നിറ നെല്ല്, കിണ്ടി വെള്ളം, വാൽക്കണ്ണാടി, അലക്കിയ വസ്ത്രം ദേവിക്ക് ഉടുക്കാനാണ് കേട്ടോ. പിന്നെ കൺമഷി, പൊട്ട്, ചന്ദനം, മഞ്ഞൾ, ദശപുഷ്പം, രാമായണം എല്ലാം ഞാൻ വച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ശിവപൂതിക്ക് വച്ച ചടങ്ങായിരുന്നു. രാവിലെ തന്നെ എല്ലാം സുഖമായി പ്രാർത്ഥിച്ച് വിളക്കൊക്കെ കൊളുത്തിയിട്ടോ. അപ്പോൾ ഇതിൻ്റെ പുതിയ എല്ലാ ഡീറ്റെയിൽസും എല്ലാ വിശദ വിവരങ്ങളും അടങ്ങിയ വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ആ ഒരു വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. എല്ലാ വിശദ വിവരങ്ങളും, ശിവപൂതിയെ പറ്റിയുള്ള എനിക്കറിയാവുന്ന വിശദ വിവരങ്ങളൊക്കെ ഞാൻ 2 കൊല്ലം മുമ്പത്തെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കാം കേട്ടോ ആ വീഡിയോ. ഇപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് കാണിക്കുന്നുള്ളൂ. ഈ വർഷം ഞാൻ ശിവപൂതിക്ക് വെച്ചതാണ് കാണിക്കുന്നത്. പിന്നെ ഇന്ന് ഉച്ചയ്ക്ക് ഉണ്ടാക്കിയ ചെറിയ ഒരു ലഞ്ചും കൂടിയിട്ടാണ് കേട്ടോ കാണിക്കുന്നത്. ഇന്ന് 1-ാം തീയതി ആയിട്ട് സിമ്പിളായിട്ടുള്ളൊരു ലഞ്ചായിരുന്നു കേട്ടോ. കുമ്പളങ്ങയും ചെറിയ ചേമ്പും കുമ്പളങ്ങയും കൂടി മോരൊഴിച്ച കറിയാണ് കേട്ടോ. പിന്നെ ഒരു ബീട്രൂട്ട് ഉണ്ടായിരുന്നു. ബീട്രൂട്ട് തോരനും ആയിരുന്നു ഇന്നത്തെ ഉച്ചക്കലത്തെ 1-ാം തീയതി ആയിട്ടുള്ള ലഞ്ച്. നല്ലതായിരുന്നു കേട്ടോ. നല്ല ഊണ് തന്നെയായിരുന്നു. സിമ്പിളായിട്ടുള്ള ഊണ്, എല്ലാവർക്കും നല്ല ഇഷ്ടമായി. നല്ല ഊണായിരുന്നു കേട്ടോ. ചേമ്പ് പൊടിച്ചേമ്പായിരുന്നു. അപ്പോൾ കടകളിലൊക്കെ വീട്ടിലുണ്ടായതല്ല കേട്ടോ, കടയിൽ നിന്ന് വാങ്ങിയ ചേമ്പാണ്. എല്ലാം കടയിൽ നിന്ന് വാങ്ങി തന്നെയാണ്, വീട്ടിലുണ്ടായതല്ല. അപ്പോൾ ചേമ്പും കുമ്പളങ്ങയും കൂടി നല്ലപോലെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് ആവശ്യത്തിന് വെള്ളം ചേർത്ത് അടുപ്പത്ത് വേവിക്കാൻ വെച്ചു കേട്ടോ. അടുപ്പത്ത് കിടന്ന് നല്ലപോലെ വേവാൻ തുടങ്ങി കേട്ടോ. കുമ്പളങ്ങയും ചേമ്പും മഞ്ഞൾപ്പൊടി, ഉപ്പ്, മുളക് പൊടി എല്ലാം ഇട്ട് അടുപ്പത്ത് നല്ലപോലെ തിളച്ചുകൊണ്ടിരിക്കണം കേട്ടോ. കഷ്ണങ്ങളൊക്കെ ഒരു വിധം വേവാൻ തുടങ്ങിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇളക്കി കൊടുത്തു, അടച്ചു വെച്ച് വേവിച്ചു ഞാൻ കുറച്ച് സമയം. നല്ലപോലെ കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നപ്പോൾ അതിലേക്ക് കുറച്ച് മോരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മോര് ചേർത്ത് പത വരുന്നത് വരെ ഒന്ന് ഇളക്കിയിട്ട് പത വന്നപ്പോൾ അത് ഓഫ് ചെയ്തു കേട്ടോ. ഇന്നത്തെ മോരുകറിക്ക് ഒരു ഭയങ്കര വിശേഷതയുണ്ട് കേട്ടോ. എന്താണെന്നോ, തേങ്ങ അരയ്ക്കാനായിട്ട് കറണ്ട് ഉണ്ടായില്ല. അപ്പോൾ ഈ സമയത്ത് ഈ മോരൊഴിച്ച് പത വന്നപ്പോൾ ഒരു ഉലുവപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തു കേട്ടോ, ഉലുവ വറുത്ത് പൊടിച്ചത്. ഇന്ന് രാവിലെ തിരക്കായ കാരണം എനിക്ക് തേങ്ങ അരയ്ക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ തേങ്ങ അരയ്ക്കുന്നതൊക്കെ ആണെങ്കിൽ ഞാൻ നേരത്തെ അരച്ച് വെക്കുന്നതാണ്. ഇന്ന് രാവിലെ തിരക്ക് കാരണം എനിക്ക് അരയ്ക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു, ഒഴിച്ച സമയമായപ്പോഴേക്കും തേങ്ങ അരയ്ക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, വെറുതെ മോരൊഴിച്ച് ചേർത്ത് ഞാനതങ്ങ് വറുത്തിട്ടു കറി. തേങ്ങ അരച്ച് ചേർത്തില്ല, കറണ്ടില്ലാത്ത കാരണം എങ്ങനെ തേങ്ങ അരയ്ക്കുക. പിന്നെ കറിയൊക്കെ വറുത്തിട്ട് കഴിഞ്ഞപ്പോൾ ലൈറ്റ് വന്നു. ഇന്ന് അങ്ങനെയൊക്കെ അപ്പോൾ എന്ത് ചെയ്തു, ലൈറ്റ് വന്നപ്പോൾ വേഗം പെട്ടെന്ന് തേങ്ങ അരച്ച് ചേർത്തു. അപ്പോൾ ഇന്നത്തെ കറി അങ്ങനെ ആക്കിട്ടോ. ആദ്യം തേങ്ങ ചേർത്തിട്ടല്ലേ വറുത്തിടുക മോരൊഴിച്ച്. ഇന്നിപ്പോൾ കറണ്ടില്ലാത്ത കാരണം കൊണ്ട് ഇങ്ങനെ ചെയ്തു. വറുത്തിട്ട് കഴിഞ്ഞപ്പോൾ കറണ്ട് വന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ലാസ്റ്റ് ഒന്ന് ചൂടാക്കി, കറി ഒന്നും കൂടി ചൂടാക്കി തേങ്ങ ഒന്ന് ചേർത്ത് ഒന്ന് പത വരുന്നത് വരെ ഒന്ന് ഗ്യാസിൽ വെച്ചു കേട്ടോ. ഇന്നത്തെ കറി അങ്ങനെയായിരുന്നു. എന്നാലും നല്ല കറിയായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റായിരുന്നു. തേങ്ങ ഒന്ന് വേവിച്ചെടുത്തു. നല്ല കറി തന്നെയായിരുന്നു. ഇന്ന് 1-ാം തീയതി ആയിട്ട് നല്ല കറി, നല്ല ടേസ്റ്റി കറി തന്നെയായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഒരു ബീട്രൂട്ട് തോരനും കൂടി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ബീട്രൂട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിനുവേണ്ടി ചീഞ്ചാട്ടി അടുപ്പത്ത് വെച്ചു, പപ്പടം കാച്ചി എടുത്തു. പപ്പടം കാച്ചി കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ആ എണ്ണയിലേക്ക് കടുക് പൊട്ടിച്ചതിന് ശേഷം ഒരു ചെറിയ സബോള
കുറച്ച് 2 പച്ചമുളകൊക്കെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുത്തു കേട്ടോ. സാധാരണ തോരൻ വയ്ക്കുന്ന മാതിരി തന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഒന്ന് പതുക്കെ ജസ്റ്റ് ഒന്ന് വഴറ്റി. അതിന് ശേഷം നമ്മൾ ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എപ്പോഴും ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗ്രേറ്റ് ചെയ്ത ബീട്രൂട്ട് അതിൽ ചേർത്ത് കൊടുത്തു. വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി അടച്ച് വെച്ച് 1 മിനിറ്റ് വേവിച്ചു കേട്ടോ. അത് നല്ലപോലെ ഇളക്കുന്നുണ്ട് കേട്ടോ. അതാ നമ്മൾ സബോളയൊക്കെ വഴറ്റിണ്ടായല്ലോ, ആ സബോളയിൽ ഇഞ്ചി വെളുത്തുള്ളി മുളകും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടുണ്ടായിരുന്നല്ലോ, അതിൽ ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കുന്നുണ്ട് കേട്ടോ. മഞ്ഞൾപ്പൊടി ഇട്ടുണ്ടായില്ല കേട്ടോ, പച്ചമുളക് മാത്രമേ ഇട്ടുള്ളൂ. പച്ചമുളക്, മഞ്ഞൾപ്പൊടി, ഉപ്പ് അതൊക്കെ ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി ബീട്രൂട്ട് ഇട്ട് ഇളക്കി നല്ലപോലെ ഒന്ന് അടച്ച് വെച്ച് 1 മിനിറ്റ് വേവിച്ചെടുത്തു കേട്ടോ. ഇങ്ങനെ ഗ്രേറ്റ് ചെയ്ത കാരണം പെട്ടെന്ന് വേവും കേട്ടോ. ബീട്രൂട്ട് പെട്ടെന്ന് വേവും, ഗ്രേറ്റ് ചെയ്തതല്ലേ. ഞാൻ എപ്പോഴും ഇങ്ങനെ ഗ്രേറ്റ് ചെയ്താണ് തോരൻ വയ്ക്കുക. നല്ല ഹെൽത്തി അല്ലേ ബീട്രൂട്ട്? ബീട്രൂട്ട് ഏറ്റവും നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പച്ചക്കറിയാണല്ലോ ബീട്രൂട്ട്. നല്ലപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം 1 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചു കേട്ടോ. അടച്ച് വെച്ച് പതുക്കെ ലോ ഫ്ലെയിമിൽ ആവിയിലൊന്ന് വേവിച്ചെടുത്തു. ഇതാ അടുപ്പ് തുറന്ന് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി. നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തു കേട്ടോ. നല്ലപോലെ ഇളക്കി അതിലെ വെള്ളമൊക്കെ വറ്റിച്ചെടുത്തു. ബീട്രൂട്ട് വേവിച്ച് അതിൻ്റെ വെള്ളമൊക്കെ അങ്ങനെ വറ്റിച്ചെടുത്തു. നല്ല ബീട്രൂട്ട് തോരനായിരുന്നു കേട്ടോ. അതിനുശേഷം കുറച്ച് തേങ്ങ ചിരകി വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളമൊക്കെ വറ്റി ബീട്രൂട്ട് വെന്ത് വന്നപ്പോൾ ചിരകി വെച്ച തേങ്ങയും കൂടി ചേർത്ത് കൊടുത്ത് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി ഒന്ന് വലിച്ചെടുത്തു. അപ്പോൾ ഇത് 1-ാം തീയതി നല്ലൊരു ലഞ്ച് തന്നെയായിരുന്നു കേട്ടോ. രാവിലത്തെ പൂജയും ഉച്ചക്കലത്തെ ലഞ്ചും എല്ലാം അടിപൊളിയായിരുന്നു. അപ്പോൾ ഇന്നത്തെ ലഞ്ച് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ്സ് ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.